ഇത്തവണ മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് ലഭിച്ചപ്പോൾ ഒരു പുതിയ റെക്കോർഡുണ്ടായി. തുടർച്ചയായ 5 പതിറ്റാണ്ടുകളിൽ മികച്ച നടനുള്ള ഫിലിംഫെയർ അവാർഡ് വാങ്ങുന്ന ഇന്ത്യയിലെ ഏക നടനായി മമ്മൂട്ടി മാറി. 1980 മുതൽ 2024 വരെയുള്ള 5 പതിറ്റാണ്ടുകളിലായിട്ടാണ് മമ്മൂട്ടി തുടർച്ചയായ ഫിലിംഫെയർ അവാർഡുകൾ വാങ്ങിയത്. ഇത് പെട്ടെന്ന് ആർക്കും മറികടക്കാൻ കഴിയാത്ത ഒരു വലിയ റെക്കോർഡാണ്. ഇത്തരത്തിൽ സിനിമകളിൽ പെട്ടെന്ന് ആർക്കും മറികടക്കാൻ സാധ്യത കുറവുള്ള വ്യത്യസ്ത റെക്കോർഡുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുക. ആദ്യമായി പറയാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു റെക്കോർഡിനെ കുറിച്ചാണ്. നടികർ തിലകം എന്നറിയപ്പെടുന്ന ശിവാജി ഗണേശൻ തമിഴ് ഭാഷയും സംസ്കാരത്തെയും ലോകത്തിന് മുന്നിൽ ഉയർത്തി കാണിച്ച നടനാണ്. ഒരു ഫീച്ചർ സിനിമയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഡയലോഗ് പറഞ്ഞ റെക്കോർഡാണ് ശിവാജി ഗണേശനുള്ളത്. 1986 പുറത്തിറങ്ങിയ രാജാറാണി എന്ന സിനിമയിലാണ് ആ നീളമുള്ള ഡയലോഗ് ഉള്ളത്. ചേര സാമ്രാജ്യത്തിലെ രാജാവായ ചേരൻ ചെങ്കുട്ടവനായി ശിവാജി ഗണേശൻ സിനിമയിൽ നിർത്താതെ ഡയലോഗ് പറഞ്ഞത് 4 മിനിറ്റത്തോളമായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ 4 മിനിറ്റ് 40 സെക്കൻഡ് ദൈർഘ്യം വരുന്ന ഡയലോഗാണ് നിർത്താതെ ശിവാജി ഗണേശൻ സിനിമയിൽ പറഞ്ഞത്. തൻ മകനെയും പോരുക്കനുപ്പിയ പുറക്കാഴ്ച വേൺമാൾ കൊഞ്ചം കേളേ തൊടുത്താൻ പകവർ വീത് ബാണം പോർ 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 ജനവേ മുഴങ്ങിറ്റു മുറക്കും. എന്നാൽ ഡയലോഗ് വെറുതെ അങ്ങ് പറയുകയല്ല ചെയ്തത്. പറയുന്ന തമിഴ് സ്ലാങ് കൃത്യമായ ഉച്ചാരണത്തോടെ പലയിടത്തും ഏറ്റക്കുറച്ചിൽ വരുത്തിയാണ് അദ്ദേഹം ഡയലോഗ് നിർത്താതെ പറഞ്ഞത്. 4 മിനിറ്റ് 40 സെക്കൻഡ് എന്നത് ഇതുവരെ ആർക്കും ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ റെക്കോർഡാണ്. എന്നാൽ 2011 കാർത്തിക് ആര്യൻ അഭിനയിച്ച പ്യാർ കാ പഞ്ചനാമ എന്ന സിനിമയിൽ അദ്ദേഹം 3 മിനിറ്റിലധികമായി ഡയലോഗ് ഒറ്റ സ്ട്രെച്ചിൽ പറയുന്നതായി കാണാം. उसकी खुशियां, उसका बर्थडे, उसके कुत्ते का बर्थडे, उसका न्यू ईयर जो कभी तुम्हारा भी न्यू ईयर था. इन लड़कियों को ना कोई खुश नहीं रख सकता. A happy woman is a myth. तू बैटमैन वाली को देख ले. എന്നാൽ അദ്ദേഹം ഡയലോഗ് പറയുന്നതിനിടയിൽ ചില പോർഷൻസ് അങ്ങുമിങ്ങുമായി മാറുന്നത് കാണാം. അങ്ങനെ നോക്കുമ്പോൾ കാർത്തിക് ആര്യൻ നല്ലൊരു ശ്രമമാണ് നടത്തിയെങ്കിൽ പോലും ശിവാജി ഗണേശന്റേത് തകർക്കാൻ പറ്റാത്ത ഒന്നായി ഇപ്പോഴും നിലനിൽക്കുന്നു. മറ്റൊരു വ്യക്തിയാണ് ഉർവശി. അധികം ആർക്കും പെട്ടെന്ന് മറികടക്കാൻ കഴിയാത്ത ഒരു വലിയ റെക്കോർഡ് ഉർവശിയുടെ പേരിലുണ്ട്. സംസ്ഥാന അവാർഡിന്റെ 54 വർഷത്തെ ചരിത്രത്തിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം തുടർച്ചയായി 3 വർഷങ്ങളിൽ നേടിയതാണ് ഉർവശിയുടെ റെക്കോർഡ്. 1989, 90, 91 എന്നീ 3 വർഷങ്ങളിലാണ് മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് ഉർവശി അടുപ്പിച്ച് നേടിയത്. സംസ്ഥാന അവാർഡിന്റെ 54 വർഷത്തിനിടയിൽ ഈ ഒരു റെക്കോർഡ് ആർക്കും മറികടക്കാൻ സാധിച്ചിട്ടില്ല. ഉർവശിയെ പോലെ തന്നെ വലിയൊരു റെക്കോർഡിന്റെ ഉടമയാണ് തിരുവിതാംകൂർ സഹോദരിമാരിലെ 3 പേരിൽ ഒരാളായ പത്മിനി. ഇന്ത്യയിലെ ഡാൻസിംഗ് ക്യൂൻ എന്നാണ് പത്മിനി അറിയപ്പെട്ടിരുന്നത്. റഷ്യൻ ഉൾപ്പെടെ 6ഓളം ഭാഷകളിൽ പത്മിനി അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ, ഏറ്റവും കൂടുതൽ സിനിമകൾ, ഏറ്റവും കൂടുതൽ സൂപ്പർ സ്റ്റാറുകളുടെ നായികയായി അഭിനയിച്ചു എന്ന റെക്കോർഡാണ് പത്മിനിക്കുള്ളത്. എം നസീർ, സത്യൻ, ശിവാജി ഗണേശൻ, MGR, NTR, രാജ് കപൂർ, ജെമിനി ഗണേശൻ, രാജ്കുമാർ തുടങ്ങിയ 12ലധികം സൂപ്പർ താരങ്ങളുടെ കൂടെ 5 ഭാഷകളിലായി 35ലധികം സിനിമകളിൽ പത്മിനി ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയുടെ 100 വർഷത്തെ ചരിത്രത്തിനിടയിൽ ഈ ഒരു റെക്കോർഡ് ഒരു നടിക്കും തൊടാൻ പോലും കഴിഞ്ഞിട്ടില്ല. അടുത്തതായി സൂപ്പർ സ്റ്റാർ രജനീകാന്തിനുമുണ്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ റെക്കോർഡ്. ഇന്ത്യൻ സിനിമയിലെ 4 ഫോർമാറ്റുകളിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ച ഒരേ ഒരു നായക നടൻ രജനീകാന്താണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, കളർ, 3D, ആനിമേഷൻ എന്നീ 4 ഫോർമാറ്റുകളിൽ നായകനായി ഇനി അഭിനയിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ഇന്ത്യൻ സിനിമയിൽ ഈ റെക്കോർഡ് രജനീകാന്തിനാണെങ്കിലും ലോക സിനിമയിൽ റാൽഫ് ഫയൽസ്, വില്യം ഡെഫോ തുടങ്ങിയ നടന്മാർ 4 ഫോർമാറ്റിൽ മുൻപ് അഭിനയിച്ചിട്ടുണ്ട്. ലിസ്റ്റിലെ അടുത്ത വ്യക്തിയാണ് മിഥുൻ ചക്രവർത്തി. ദേശീയ അവാർഡിന്റെ കഴിഞ്ഞ 70 വർഷത്തെ ചരിത്രത്തിൽ അഭിനയിച്ച ആദ്യ സിനിമയിൽ തന്നെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് വാങ്ങിയ ഒരേ ഒരു ഇന്ത്യൻ നടനാണ് മിഥുൻ ചക്രവർത്തി. അഭിനയിച്ച ആദ്യ സിനിമയിൽ തന്നെ മോനിഷയ്ക്ക് ദേശീയ അവാർഡ് കിട്ടിയെങ്കിലും ഒരു നടന് അഭിനയിച്ച ആദ്യ സിനിമയിൽ തന്നെ മികച്ച നടനുള്ള ദേശീയ അവാർഡ് കിട്ടിയത് മിഥുൻ ചക്രവർത്തിക്ക് മാത്രമാണ്. 1977 മൃഗയ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് അദ്ദേഹത്തിന് ദേശീയ അവാർഡ് ലഭിച്ചത്. ഇത്ര വർഷമായിട്ടും ഈ ഒരു റെക്കോർഡ് ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല. എന്നാൽ ഈ ചാനലിൽ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞ ഒരു വിവരം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മികച്ച നടനുള്ള ദേശീയ അവാർഡ് വാങ്ങിയ നടൻ 19 വയസ്സുള്ള ബംഗാളി നടനായ ഋദ്ധി സെൻ ആയിരുന്നു. എന്നാൽ 1975 കാലഘട്ടങ്ങളിൽ ദേശീയ അവാർഡിന് മികച്ച നടനാവണമെങ്കിൽ 18 വയസ്സ് പൂർത്തിയാകണമെന്നൊരു നിയമമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ 1979 പുറത്തിറങ്ങിയ പത്മരാജൻ സിനിമയായ പെരുവഴി അമ്പലത്തിൽ അഭിനയിക്കുമ്പോൾ അശോകന് 17 വയസ്സായിരുന്നു. ഒരുപക്ഷെ അന്ന് ആ നിയമമില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിയ വ്യക്തിയായിരുന്നേ അശോകൻ. എന്താല്ലേ? ഇനി പറയാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു റെക്കോർഡിനെ കുറിച്ചാണ്. ഇതിനെ റെക്കോർഡെന്ന് വിളിക്കാമോ എന്നൊന്നും എനിക്കറിയില്ല.
പറയാൻ പോകുന്നത് തെലുഗു നടനായ ഡോക്ടർ രാജശേഖറിനെ കുറിച്ചാണ്. രാജശേഖർ ഒരു കാലത്ത് തെലുഗു സിനിമയിലെ വളരെ വൈദഗ്ധ്യമുള്ള നടനായിരുന്നു. 38 വർഷത്തെ തന്റെ സിനിമാ ജീവിതത്തിൽ 80ഓളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ലീഡ് ആക്ടർ എന്ന നിലയിൽ അദ്ദേഹം അഭിനയിച്ച ഇത്രത്തോളം സിനിമകളിൽ അദ്ദേഹം ഡബ് ചെയ്തിട്ടില്ല. 1984 മുതൽ 96 വരെയുള്ള കാലഘട്ടങ്ങളിൽ തെലുഗു നടനായ സായി കുമാറാണ് അദ്ദേഹത്തിന് ശബ്ദം കൊടുത്തിരുന്നത്. എന്നാൽ പിന്നീട് 1997 മുതൽ അദ്ദേഹത്തിന് ശബ്ദം കൊടുത്തിരുന്നത് ശ്രീനിവാസ മൂർത്തിയായിരുന്നു. അങ്ങനെ ഇന്ത്യൻ സിനിമയിലെ ഒരു ലീഡ് ആക്ടർ താൻ അഭിനയിച്ച എല്ലാ സിനിമകളിലും സ്വന്തമായി ഡബ് ചെയ്തില്ല എന്ന രസകരമായ റെക്കോർഡ് ഇദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഇതുപോലൊരു റെക്കോർഡ് ഇനി ആർക്കും വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. അടുത്തതായി പറയാൻ പോകുന്നത് വൻമതിൽ പോലുള്ള ഒരു വലിയ റെക്കോർഡാണ്. മലയാള സിനിമയിൽ മികച്ച ഗായികയ്ക്കുള്ള സംസ്ഥാന അവാർഡ് തുടർച്ചയായി ഏറ്റവും കൂടുതൽ തവണ നേടിയത് എസ് ജാനകിയായിരുന്നു. 1979 മുതൽ 84 വരെയുള്ള വർഷങ്ങളിൽ അടുപ്പിച്ച് 6 തവണ എസ് ജാനകി സംസ്ഥാന അവാർഡ് നേടിയിരുന്നു. എന്നാൽ ഈ ഒരു റെക്കോർഡ് ആരും മറികടക്കില്ല എന്ന് ഒരു സമയത്ത് എല്ലാവരും വിശ്വസിച്ചിരുന്നു. എന്നാൽ പിറ്റേ വർഷം എല്ലാവരുടെയും വിശ്വാസം തകർത്തുകൊണ്ട് ഒരാൾ വന്നു. അതായിരുന്നു സാക്ഷാൽ KS ചിത്ര. പിറ്റേ വർഷമായ 1985 മുതൽ 96 വരെയുള്ള വർഷങ്ങളിൽ തുടർച്ചയായ 11 സംസ്ഥാന അവാർഡാണ് എസ് ജാനകിയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്ത് KS ചിത്ര സ്വന്തമാക്കിയത്. എന്തൊക്കെയാണെങ്കിലും കഴിഞ്ഞ 28 വർഷമായിട്ട് ഈ ഒരു റെക്കോർഡ് ഒന്ന് തൊടാൻ പോലും ഒരു ഗായികയ്ക്കും സാധിച്ചിട്ടില്ല. KS ചിത്രയുടേതുപോലെ തന്നെ ഇന്ത്യൻ സിനിമയിൽ ആർക്കും ഇതുവരെ ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു വലിയ റെക്കോർഡ് മോഹൻലാലിനുണ്ട്. അതാണ് ഒരു കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകൾ അഭിനയിച്ച നായകൻ എന്നത്. 1986 മോഹൻലാൽ നായകനായ 34ഓളം സിനിമകൾ റിലീസായി. അതിൽ 25ഓളം സിനിമകൾ കൊമേഴ്ഷ്യലി ഹിറ്റായിരുന്നു. കഴിഞ്ഞ 38 വർഷമായി ഇന്ത്യൻ സിനിമയിൽ പഠിച്ച പണി 18 വയറ്റിയിട്ടും ആർക്കും ബ്രേക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു റെക്കോർഡായിരുന്നു ഇത്. എന്റെ ശിഷ്യന്മാർ എന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം. എന്റെ റെക്കോർഡ് എത്ര ഇഷ്ടമാണെന്ന് നിങ്ങൾക്കറിയാലോ. മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ അടുത്തതായി പറയേണ്ടത് പ്രിയദർശനെ കുറിച്ചാണ്. നമുക്കറിയാം പ്രിയദർശൻ ഒരു മലയാള സംവിധായകനാണ്. മറ്റുള്ള സംവിധായകന്മാരെ പോലെ തന്നെ പ്രിയദർശനും മലയാളത്തിന് പുറമെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു കാലത്ത് ഇന്ത്യൻ സിനിമയുടെ ഈറ്റില്ലം എന്നറിയപ്പെട്ടിരുന്ന ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ സംവിധാനം ചെയ്തത് ബോളിവുഡ് സംവിധായകനായ ഡേവിഡ് ധവാൻ ആയിരുന്നു. എന്നാൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഒരു മലയാളി സംവിധായകനായ പ്രിയദർശനാണ്. ബോളിവുഡ് സംവിധായകന്മാർക്ക് പോലും ചെയ്യാൻ കഴിയാത്ത ഒന്നാണ് ഒരു മലയാളിയായ ഒരു സംവിധായകൻ അവിടെ ചെയ്തത്. ഡേവിഡ് ധവാൻ 42 ബോളിവുഡ് സിനിമകൾ സംവിധാനം ചെയ്തെങ്കിൽ പ്രിയദർശൻ 31ഓളം സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. കാര്യം പ്രിയദർശന്റെ റീമേക്ക് ഒക്കെ ആണെങ്കിലും ഒരു മലയാളി സംവിധായകൻ ഒരിക്കലും ഈ ഒരു റെക്കോർഡ് ഇന്നത്തെ സാഹചര്യത്തിൽ മറികടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.